നമ്മുടെ കൂടെ എഴുതുന്നവരെക്കാളും നമ്മൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. കൈയില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, ചിലപ്പം കാഴ്ചശക്തി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മറ്റുള്ളവർ വിധി എഴുതുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവർ ചെയ്ത് കാണിക്കാറുള്ളത്. വളരെ രസകരമായ പ്രതികരണങ്ങളാണ് ആദ്യമൊക്കെ എനിക്ക് ലഭിച്ചത്. ഏകദേശം 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താണ് അക്കാഡമിയിലേക്ക് വരുന്നത്. അപ്പോൾ പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക. ബസ്സിൽ ഇരിക്കുന്ന ടൈമിൽ പോലും നമ്മൾ മാക്സിമം എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ മുന്നിലുള്ള എക്സാം എന്താണ്, അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ബസ്സിൽ ഇരുന്ന് ഉറങ്ങുക. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരാളുടെ ബുദ്ധിയെക്കാളും അയാൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് വരാറുണ്ട്. ഹലോ, അച്ചീവേഴ്സിനെ പരിചയപ്പെടുന്ന ദിശ അക്കാഡമിയുടെ സക്സസ് പോയിന്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപക്ഷെ നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പരിചയമുള്ള ഒരാളെ തന്നെയാണ്. ഷിജോ സാറിനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ദിശ അക്കാഡമിയുടെ ഭാഗമായിട്ട് ഒരു സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങി പിന്നീട് നമ്മുടെ ഒരു ഫാക്കൽറ്റി ആയിട്ട് നിങ്ങളെയൊക്കെ ഒരുപാട് ക്ലാസ്സുകളുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള ആളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഷിജോ സാറിന് ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും എന്നെ അറിയാം. ഞാൻ യൂട്യൂബിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതേപോലെ ഞാൻ ദിശ അക്കാഡമി തന്നെയാണ് പഠിച്ചത്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ 2023 MDS എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതെ, ഷിജോയ്ക്കാണെങ്കിൽ MTS 2023 എക്സാംസ് ക്ലിയർ ചെയ്തു. ഇപ്പോൾ ജോലിക്ക് കയറാൻ പോവാണ്. കുറച്ച് സമയമുള്ളൂ, വളരെ കുറച്ച് സമയം ഇനി മുമ്പിലുള്ളൂ. മാത്രമല്ല കുറേ എക്സാംസ് വെയിറ്റിങ്ങിലൊക്കെയാണ്. കുറേ പരീക്ഷകൾ കുറച്ച് നാളുകളായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വെയിറ്റിങ്ങിലൊക്കെയാണ്. അപ്പം ഷിജോയുടെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് അറിയേണ്ട ആവശ്യമുണ്ട്. കാരണം എല്ലാവർക്കും പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഒരാൾ എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയത്തുള്ളൂ. അപ്പം ഷിജോയ്ക്ക് സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ വീട്ടിലാരൊക്കെയുണ്ട്, തുടങ്ങിയ ഡീറ്റെയിൽസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ കടമ്പനാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരു ഗ്രാമപ്രദേശമാണ്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഒരു അനിയത്തിയുണ്ട്. ഇപ്പം അച്ഛനാണെങ്കിൽ പ്ലംബിംഗ് ഇലക്ട്രിക് പണിയൊക്കെ ചെയ്യുന്നു. അമ്മ വീട്ടമ്മയാണ്. അനിയത്തി പഠിക്കുന്നു, ഇപ്പം MCOM കഴിഞ്ഞു. അതാണ് വിശേഷങ്ങൾ. അങ്ങനെ പഠിച്ച ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറയാമോ? ഞാൻ +2 ശേഷം എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാൻ അടൂർ IHRD കോളേജിലാണ് പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അത് ഞാൻ 2021 പാസ് ഔട്ട് ആയത്. 2021 പാസ് ഔട്ട്. അപ്പം അതിൽ നിന്ന് നമ്മുടെ ഈ സെൻട്രൽ ഗവൺമെൻറ് എക്സാം ആണ് ഇപ്പോൾ ക്ലിയർ ചെയ്തിരിക്കുന്നത്. SSC എക്സാംസ് ആണ് ക്ലിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ SSC എക്സാംസിലേക്ക് വരാനുള്ള കാരണവും ആ ഒരു ജേണി ഒന്ന് ഷെയർ ചെയ്യാമോ? ബിടെക് പഠിച്ചു, അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലേക്ക് വന്നൊരു ജേണി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ബിടെക് പഠിക്കുമ്പോൾ SSC എക്സാംസിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. അവസാന വർഷം എത്തിയപ്പോഴാണ് ഞാൻ കൂട്ടുകാരൊക്കെ ഇങ്ങനെ എഴുതാൻ പോകുന്നു എന്ന് കേട്ടപ്പോഴാണ് ഇങ്ങനെ ഒരു SSC ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സാംസ് ഉണ്ടെന്നൊക്കെ തന്നെ അറിയുന്ന അപ്പോഴാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ലാസ്റ്റ് എക്സാം എഴുതിയപ്പോഴും എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആശയം വന്നു, എന്തുകൊണ്ട് ഇത് ട്രൈ ചെയ്തുകൂടാ. ഞാൻ സിലബസ് ഒക്കെ നോക്കിയപ്പം മാത്സ്, റീസണിങ്, അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. കാരണം മാത്സ് ഒക്കെ എനിക്ക് എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് തന്നെ ഒരു താല്പര്യം തോന്നി. അങ്ങനെ പിന്നെ GK എനിക്ക് മനസ്സിലായി, GK നമ്മൾ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതല്ല എന്ന് മനസ്സിലായി. എന്നാലും ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു ആ എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ലാസ്റ്റ് സെമ്മിലെ എക്സാം കഴിഞ്ഞ് തൊട്ടടുത്ത മാസം തന്നെയാണ് ഞാൻ ദിശ അക്കാഡമി ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, ദിശ അക്കാഡമിയിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് പറയാം. ദിശ അക്കാഡമിയിലേക്ക് വന്ന ജേണിക്കകത്ത് ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ ആദ്യം മറ്റൊരു അക്കാഡമിയിൽ ചോദിച്ച് അവിടെ പോകാനായിട്ടൊക്കെ ഇരുന്നതാണ്. അപ്പോഴാണ് വേറൊരു ബ്ലഡിന്റെ ആവശ്യത്തിന് എൻ്റെ ഒരു കൂട്ടുകാരനെ വിളിക്കുന്നു. അപ്പൊ അവനാണ് ഇങ്ങനെ ഒരു അക്കാഡമി ഉണ്ട്, അവിടെ എന്തുകൊണ്ടൊന്ന് പോയി നോക്കിക്കൂടാന്ന് പറയാം. അങ്ങനെയാണ് ഞാൻ ദിശയിലേക്ക് വരുന്നത്. അങ്ങനെ ഇവിടോട്ട് വന്നത് തന്നെ ഒരു ട്വിസ്റ്റ് ആയിരുന്നു, ഒരു നിമിത്തമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഒരുപാട് തീർച്ചയായിട്ടും ദിശ അക്കാഡമിയുടെ ഭാഗമായിട്ട് ഒരുപാട് വർക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ദിശ അക്കാഡമിയിൽ പഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ദിശ അക്കാഡമിയുടെ വലിയൊരു ഒരു ടച്ചുള്ള ഒരാളാണ്. അപ്പം തീർച്ചയായിട്ടും ദിശ അക്കാഡമിയുടെ ഭാഗമായിട്ട് മറ്റൊരു ബെറ്റർ സർവീസിലേക്ക് പോകുമ്പോൾ നമ്മളെല്ലാവരും അഭിമാനമാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഇനി ബാക്കി പ്രിപ്പറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. പഠിച്ചു തുടങ്ങിയ കാര്യങ്ങൾ, ഇൻസ്റ്റിറ്റ്യൂഷനിലെ കാര്യങ്ങൾ, മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് എനിക്ക് എങ്ങനെയാണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊരു ധാരണയില്ലായിരുന്നു. അപ്പം 6 മാസത്തെ ഒരു ബേസിക് കോഴ്സ് കഴിഞ്ഞാണ് ഞാനൊന്ന് പഠനമൊക്കെ ഒന്ന് ഊർജിതമാക്കുന്നത്. കുറച്ച് എക്സാം, ഒരു 1-2 എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് ഇതിൻ്റെ രീതി ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ പഠിച്ചാൽ പോരാ എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഞാൻ കുറച്ചും കൂടി പ്രിപ്പറേഷൻസൊക്കെ കുറച്ചുകൂടി ഇതാക്കി, നേരത്തെ പോയിക്കൊണ്ടിരുന്ന രീതികളൊക്കെ ഒന്ന് മാറ്റി. അങ്ങനെ മാത്സും റീസണിങ്ങും തുടക്കത്തിൽ വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ട് ഞാൻ GK ടോപ്പിക്സിനാണ് ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത്. തുടക്കത്തിൽ പ്രിപ്പയർ ചെയ്യാൻ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്തത്. അപ്പോൾ ആദ്യം മുതൽ ഏതൊക്കെ എക്സാംസ് ആണ്? ഇപ്പം ചിലതിന് പ്രിലിംസ് ക്ലിയർ ചെയ്യുക അങ്ങനെ ഉണ്ടായല്ലോ. അപ്പോൾ ഏതൊക്കെ എക്സാംസ് ഒക്കെയാണ് ക്ലിയർ ചെയ്തത്? ഞാൻ തുടക്കത്തിൽ ബാങ്ക് എക്സാം കൂടെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ബാങ്കിന്റെ 1-2 എക്സാം എഴുതിയപ്പം പ്രിലിംസ് കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ മെയിൻസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അവിടെ ഞാൻ തന്നെ സ്വയം ഒന്ന് അനലൈസ് ചെയ്തു. എനിക്ക് മനസ്സിലായി ബാങ്കിനേക്കാളും എനിക്ക് പറ്റുന്ന ഫീൽഡ് SSC ആണെന്ന് മനസ്സിലായി. പിന്നെ ഞാൻ SSCയിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റ് ചെയ്യുമായിരുന്നു. SSCയുടെ
ടോപ്പിക്സിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. എല്ലാ എക്സാംസും എഴുതുന്നുണ്ട്, CGL, CHSL, MTS ഉൾപ്പെടെ എല്ലാ എക്സാം എല്ലാ പരീക്ഷകളും എഴുതുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും വേറെ പോസ്റ്റുകളാണ്, ഏതെങ്കിലും പോസ്റ്റുകൾ ആഗ്രഹിക്കുന്നുണ്ടോ? മെയിൻലി CGL എല്ലാവരെയും പോലെ തന്നെ CGL തന്നെയാണ് ഞാനും ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ ഈ വട്ടത്തെ CGL ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷേ അടുത്ത CGL ഞാൻ മസ്റ്റായിട്ട് അതിനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പം ഇനി നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ടല്ലോ, റെയിൽവേ ആണെങ്കിലും SSC ആണെങ്കിലും. ഇപ്പോൾ CGL തന്നെയാണ് മനസ്സിലുള്ള മെയിൻ ലക്ഷ്യം, CGL തന്നെയാണ്. ഓക്കെ. അപ്പം ഈ ജോയിനിങ്ങിൻ്റെ കാര്യങ്ങൾ, ഇനിയും അടുത്ത പോസ്റ്റിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്, ജോലിയിൽ കയറാൻ പോവാണ്, സെൻട്രൽ സർവീസിലേക്ക് കയറാൻ പോവാണ്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എനിക്കിപ്പോൾ വന്നത് ക്ലർക്ക് ലെവൽ പോസ്റ്റാണ്, വർക്ക് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു പോസ്റ്റിലേക്കാണ് വന്നത്. എനിക്ക് കിട്ടിയ ഡിപ്പാർട്ട്മെന്റ് അറ്റോമിക് എനർജിയാണ്. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റ്. ലൊക്കേഷൻ ബാംഗ്ലൂരാണ്. ബാംഗ്ലൂർ ഓഫീസിലേക്കാണ് ഇപ്പോൾ ജോയിൻ ചെയ്യുന്നത്. നമുക്ക് ജോയിൻ ചെയ്യുന്ന ഞാൻ ഈ ആഴ്ച തന്നെ ഒരു ബുധനാഴ്ച തന്നെ പോകാനായിട്ട് പ്ലാൻ ചെയ്യാം. അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിലാണ് ഷിജോ ജോലിക്ക് കയറാൻ പോകുന്നത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഡിപ്പാർട്ട്മെന്റിനെ പറ്റിയൊക്കെ മറ്റുള്ളവരോട് ഇങ്ങനെ ജോയിൻ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉള്ള പ്രതികരണം എന്തായിരുന്നു? ഒരു പക്ഷേ പാരൻസിൻ്റെയോ അല്ലെങ്കിൽ നാട്ടുകാരുടെയൊക്കെ പ്രതികരണം എന്തായിരുന്നു? വളരെ രസകരമായ പ്രതികരണങ്ങളാണ് ആദ്യമൊക്കെ എനിക്ക് ലഭിച്ചത്. കാരണം പലർക്കും SSC പറ്റി ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ജോലി കിട്ടിയത് പറഞ്ഞപ്പം ഏത് എക്സാമാണ് ഞാൻ പറഞ്ഞ SSC എക്സാം. SSC അതെന്താ, പ്രൈവറ്റ് വല്ലതും ആണോ? ആ രീതിയിലാണ് അത്. അവരുടെയും കുഴപ്പമല്ല. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്ത് ഞാൻ തന്നെ പറഞ്ഞല്ലോ, ഡിഗ്രി ലാസ്റ്റ് ഇയർ ആയപ്പോഴാണ് ഞാൻ തന്നെ SSC എന്നുള്ളത് അറിയുന്നത്. അപ്പൊ ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഇത് അറിവില്ലാത്ത ബോധവൽക്കരണം കുറവായതുകൊണ്ട് SSC എക്സാം അതിന്റെ കാരണം വേറൊന്നുമല്ല, നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും SSC എക്സാം എഴുതി ജോലിക്ക് കയറുന്നവർ കുറവാണ്. അപ്പം ഒരാൾ ജോലിക്ക് കയറിയാലല്ല ബാക്കിയുള്ളവർ. ഇപ്പൊ PSC വഴി ജോലി കിട്ടുമ്പോൾ എല്ലാവർക്കും അറിയാം PSC എഴുതി അവന് ജോലി കിട്ടി. അതേസമയം SSC എഴുതി ജോലി കിട്ടിയവരുടെ എണ്ണം നമ്മുടെ നാട്ടിൽ കുറവായതുകൊണ്ടാണ് ആൾക്കാർക്ക് അതിനെപ്പറ്റി ഒരു ധാരണ ഇല്ലാത്തത്. പിന്നെ വീട്ടില് ഞാൻ പറഞ്ഞപ്പോൾ അച്ഛനും അമ്മയ്ക്കും നല്ല സന്തോഷമായിരുന്നു. അവർക്ക് പിന്നെ ഞാൻ ഈ കോച്ചിങ്ങിന് പോകുന്നതുകൊണ്ട് ഞാൻ എല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കയറി, ഇപ്പം ബാംഗ്ലൂരാണ് ഒരുപക്ഷെ ജോയിൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയും നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലും ട്രാൻസ്ഫർ സാധ്യതകളോ അങ്ങനെ എന്തെങ്കിലും ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടോ? ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഓഫീസ് നമ്മുടെ കേരളത്തിലാണെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രമാണ് ഉള്ളത്. അപ്പം ഇനി ഭാവിയിൽ അങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. അവരുടെ രീതികൾ നമുക്കറിയില്ല. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ജോലി ചെയ്യണമെന്നുള്ളതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പം പോസ്റ്റിംഗ് എവിടെയാണെന്ന് അവർ ഡിസൈഡ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ. അപ്പം ഇപ്പം ഷിജോ പറഞ്ഞൊരു വലിയ കാര്യമാണ്, ഒരുപാട് പേർക്ക് അവയർനെസ് ഇല്ല, SSC പരീക്ഷകളെ പറ്റി അവയർനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ പലരും ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പോലും അറിയുന്നില്ല. ഷിജോ തന്നെ ഫൈനൽ ഇയർ എത്തിയപ്പോൾ സുഹൃത്തുക്കൾ പറയുന്നത് കേട്ടിട്ടാണ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇതിനകത്തെല്ലാം വേണ്ടത് ഒരു പ്രോപ്പർ ഗൈഡൻസ് ആയിട്ട് പഠിക്കുക, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്ത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇനിയും നമുക്കറിയേണ്ടത്. അതായത് സക്സസ് അച്ചീവ് ചെയ്യാൻ പലരും പല വഴിയിലൂടെ ആയിരിക്കും പോയത്. അപ്പം ഷിജോയുടെ ഒരു പ്രിപ്പറേഷൻ ജേണി എങ്ങനെയായിരുന്നു? അതിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ അത് മാനേജ് ചെയ്തു, തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറയാമോ ഷിജോ? ഓക്കെ. അപ്പോൾ ഞാൻ തുടക്കത്തിൽ നമ്മുടെ ബേസിക് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മുടെ ഇവിടെ ദിശ അക്കാഡമിയിലാണെങ്കിൽ ഫോക്കസ് വാച്ച് ഉണ്ടായിരുന്നു. ഫോക്കസ് വാച്ചും കഴിഞ്ഞ് ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കമ്പൈൻ സ്റ്റഡി നടത്തുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ചേർന്നപ്പോഴാണ് നമുക്കറിയാത്ത കാര്യങ്ങൾ പലതും നമ്മുടെ കൂടെ ഇരിക്കുന്നവർക്ക് അറിയാം. അപ്പോൾ അവർക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ അവരോട് ഷെയർ ചെയ്യും. അപ്പോൾ അങ്ങനെ കമ്പൈൻ സ്റ്റഡി എന്ന് പറയുന്ന ഒരു വലിയ ഫാക്ടർ തന്നെയാണ്. കാരണം അതിലൂടെ നമുക്കറിയാത്ത കാര്യങ്ങൾ കിട്ടും, നമുക്കുള്ളത് അങ്ങോട്ട് ഷെയർ ചെയ്യുകയും ചെയ്യാം. അപ്പം അങ്ങനെ ഒരു കമ്പൈൻ സ്റ്റഡിയിൽ ഒരു ഗ്രൂപ്പിൻ്റെ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ ഭയങ്കര പ്രധാനപ്പെട്ടതായിരുന്നു. പിന്നെ അതുപോലെ കമ്പൈൻ സ്റ്റഡിക്ക് ശേഷം വീണ്ടും എക്സാമുകളൊക്കെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പലതിൻ്റെയും പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷേ മെയിൻസ് കിട്ടാതെ വരുമ്പോൾ ആദ്യം ഒരു നിരാശയാണ്. കാരണം നമ്മളൊരു പ്രിലിംസ് കിട്ടി മെയിൻസ് കഴിയുമ്പോൾ വീണ്ടും നമ്മൾ 0 നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം മനസ്സിനൊരു മടുപ്പ് വരുന്നൊരു സിറ്റുവേഷനാണ് അത്. അങ്ങനെ ഒരുപാട് തവണ അങ്ങനെ മനസ്സിനൊരു മടുപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഒരു ലക്ഷ്യം മുന്നിലുണ്ട് എന്നൊരു ഇതോടെ അതിനെല്ലാം അതിജീവിച്ചാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ, എങ്ങനെ ജോലി കിട്ടണം എന്നൊരു കാര്യം ഉള്ളിലുണ്ടായിരുന്നു അല്ലേ? എപ്പോഴെങ്കിലും നിർത്തണം എന്ന് തോന്നിയിട്ടുണ്ടോ? ഇത്രയും നാൾ പഠിച്ചതിൻ്റെ ഇടയ്ക്ക് എന്നെ കൊണ്ട് ഇത് പറ്റില്ല, നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിർത്തിയാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും എൻ്റെ മനസ്സിൽ വരുന്ന വേറെ കാര്യം, വേറെ എന്ത് പഠിക്കാൻ പറ്റും അല്ലെങ്കിൽ വേറെ ഏത് ജോലിയിലേക്ക് തിരിയാൻ പറ്റുമെന്ന് ചിന്തിക്കുമ്പോൾ പലരുടെ അനുഭവങ്ങളാണ്. ഞാൻ പലരോടും ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇന്ന ജോലിക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങളുടെ അനുഭവം എന്താണെന്ന് ചോദിക്കും. പലരും പറയുന്നത് അവിടെ പ്രൈവറ്റ് ജോലിക്കേ പോകരുത്, മടുപ്പാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ അക്കാഡമി തന്നെ ആണെങ്കിലും പ്രൈവറ്റ് ജോലി മടുത്ത് കോച്ചിങ്. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, അല്ലാതെ പോയി രക്ഷപ്പെടുന്നവരും ഉണ്ട്. കാരണം പല തരത്തിലുള്ള ആളുകളുണ്ട്. പക്ഷെ കൂടുതൽ പേരും, ഭൂരിഭാഗം പേരും പറയുന്നത് അവർ പ്രൈവറ്റ് ജോലിക്ക് പോകുമ്പോൾ ഭയങ്കര മടുപ്പാണ്, ഗവൺമെന്റ് ജോലി കിട്ടുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ പലരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ വീണ്ടും
ഞാൻ ഇത് തന്നെ തുടരാനായിട്ട് തീരുമാനിക്കുമായിരുന്നു. അതാണ് ഷിജോയ്ക്ക് ഉണ്ടായിരുന്ന റിയൽ മോട്ടിവേഷൻ അല്ലേ? അതെ. എൻ്റെ മുമ്പിൽ വേറെ വഴികളൊന്നുമില്ല, ഇതാണ് എൻ്റെ വഴിയെന്ന് ഉറപ്പിച്ചായിരുന്നു ഒരു സമയത്ത്. എനിക്ക് ചോദിക്കാനുള്ള മറ്റൊരു കാര്യം, പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിനോട്, ഇപ്പം ഫാക്കൽറ്റി ആയിരുന്നു കുറച്ച് നാൾ ദിശ അക്കാഡമിയിൽ ഫാക്കൽറ്റി ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു ഷിജോ. കുറച്ച് എക്സാംസ് കഴിഞ്ഞ് എക്സാംസ് ഒക്കെ ക്ലിയർ ചെയ്ത് തുടങ്ങിയതിന് ശേഷം ദിശ അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് സ്റ്റുഡൻസിനെ ഗൈഡ് ചെയ്യാൻ പറ്റി കാണും ഷിജോയ്ക്ക് ഈ ഒരു പീരീഡിൽ. അപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആളുകളോട് ഏറ്റവും നല്ല അഡ്വൈസ് എന്താ ഷിജോയ്ക്ക് കൊടുക്കാൻ പറ്റുന്നത്? ചുരുക്കി പറയുകയാണെങ്കിൽ ഇത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന പണിയല്ല. ഒറ്റവാക്കി പറയുകയാണെങ്കിൽ, കാരണം ഇതിന് നല്ല ക്ഷമ വേണം, ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം. അപ്പം പലരും വിചാരിക്കുന്ന ഒന്ന് പഠിച്ചു നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ അങ്ങനെ വരുന്നത് നല്ലതാണ്. ചിലരാണെങ്കിൽ കൂട്ടുകാർ നിർബന്ധിച്ച് വരുന്നവരുണ്ട്, അല്ല ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാമെന്നുള്ള രീതിയിൽ വരുന്നവരുണ്ട്. ഞാൻ പഠിപ്പിക്കുന്നതുകൊണ്ടാണ് അറിയാം. ജസ്റ്റ് ഒന്ന് എല്ലാവരുടെ കൂടെ ഒന്ന് എൻജോയ് ചെയ്യാം അങ്ങനെ വരുന്നവരുണ്ട്, അല്ല ജസ്റ്റ് ഒന്ന് പോയി നോക്കാം അങ്ങനെ വരുന്നവരുണ്ട്. പക്ഷേ അത് അങ്ങനെ നമ്മൾ എങ്ങനെ വന്നാലും കുഴപ്പമില്ല. ഒരു ബേസിക് കോഴ്സ് കഴിയുമ്പം നമ്മുടെ മൈൻഡ് എങ്ങനെ ചേഞ്ച് ആവുമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. ഇനി എനിക്കിതുമായിട്ട് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ ഒരു ജോലി വേണോ എന്നുള്ള ലക്ഷ്യം മുന്നിൽ വെച്ച് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു എക്സാം ഫെയിൽ ആകുമ്പോൾ വീണ്ടും ഒന്നേന്ന് പറഞ്ഞ് തുടങ്ങണം. 0യിൽ നിന്നാണ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം പ്രിലിംസ് ഒരു വട്ടം കിട്ടിയെന്ന് കരുതി വീണ്ടും നമ്മൾ ഡയറക്റ്റ് മെയിൻസ് എഴുതാൻ പറ്റില്ല. നമ്മൾ വീണ്ടും ഒന്നേന്ന് മുതൽ പ്രിലിംസ് എഴുതിയാണ്. അപ്പോഴും നമ്മുടെ പിന്നെ ഇതിനകത്ത് മെയിൻ ഒരു കാര്യം പറയാനുള്ളത്, പല പരീക്ഷകൾക്ക് ഇത്ര മാർക്ക് വാങ്ങിച്ചാൽ പാസ്സാവുമെന്ന് പറയാം. പക്ഷേ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് വരുമ്പം അങ്ങനെ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇവിടെ പെർസെൻറ്റേജിനേക്കാളും ഇമ്പോർട്ടൻറ്റ് പെർസെൻറ്റേജിലാണ്. നമ്മുടെ കൂടെ എഴുതുന്നവരെക്കാളും നമ്മൾ എത്ര സ്കോർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ എക്സാമിന് പഠിക്കുന്ന ആൾക്കാർ എത്ര മണിക്കൂർ പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ പഠിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ പഠിച്ചാലേ എനിക്ക് അവരെക്കാട്ടിലും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ആ ഒരു ചിന്തയോടെ വേണം നമ്മളെപ്പോഴും പ്രിപ്പയർ ചെയ്യാൻ. അപ്പോൾ എപ്പോഴും നമ്മുടെ മൈൻഡിൽ എക്സാം ക്രാക്ക് ചെയ്യണം എന്നുള്ള ആ ഒരു ചിന്തയോടെ തന്നെ മുന്നോട്ട് പോയാലേ പറ്റൂ. പിന്നെ ഫോൺ ഉപയോഗിക്കേണ്ട, സോഷ്യൽ മീഡിയ ഉപയോഗിക്കേണ്ട എന്നൊന്നും ഞാൻ പറയില്ല. കാരണം ഞാനും സോഷ്യൽ മീഡിയയും എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ്, ഞാനൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും പഠിച്ചത്. പക്ഷേ നമ്മൾ തന്നെ സ്വയം കൺട്രോൾ ചെയ്യുക. ഈ ഒരു ഉപയോഗിക്കുന്ന ഒരു ടൈം നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യുക. പഠിക്കാനുള്ള ടൈമിൽ കറക്റ്റായിട്ട് പഠിക്കുക. പിന്നെ എന്നെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഞാൻ അക്കാഡമി വരുമ്പോൾ ഒരു 1.5 മണിക്കൂറോളം വീട്ടിൽ നിന്ന് ട്രാവൽ ചെയ്താണ്, ഏകദേശം 1.5 മണിക്കൂറോളം ട്രാവൽ ചെയ്താണ് അക്കാഡമിയിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ടൈം എനിക്ക് അത്രയും വേസ്റ്റ് ആവാറുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് ചെയ്യുന്നൊരു വഴിയെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഏകദേശം 2.5-3 മണിക്കൂറോളം ട്രാവലിംഗ് വരും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ മൈൻഡിൽ ആലോചിക്കുക. നമുക്ക് ബുക്ക് എടുത്ത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ, അല്ലെ ഫോണിൽ നോക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല, പഠിച്ച കാര്യങ്ങൾ മാക്സിമം റിവൈസ് ചെയ്യുക. ആ ബസ്സിൽ ഇരിക്കുന്ന ടൈമിൽ പോലും നമ്മൾ മാക്സിമം എന്താണ് പഠിച്ചത്, അല്ലെങ്കിൽ മുന്നിലുള്ള എക്സാം എന്താണ്, അതിനുവേണ്ടി ഉള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക. അല്ലെങ്കിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ ബസ്സിൽ ഇരുന്നങ്ങ് ഉറങ്ങുക. അപ്പോൾ നമുക്ക് ആ ഉറങ്ങാനുള്ള ടൈം അവിടെ, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ ചെന്ന് ക്ഷീണം തോന്നില്ല. അപ്പോൾ അങ്ങനെ വരെ നമ്മൾ ആ ഒരു വെൽ പ്ലാൻഡ് ആയിട്ട് ടൈം യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഈ പറയാൻ. ഓക്കെ, അപ്പോൾ അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷൻ ആണ് ഇതിനകത്തെല്ലാം ഉള്ളത്. ഷിജോയുടെ ഒരു ഇത് വേണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ ആണ് ഫൈനലി ഒരു എക്സാം ക്ലിയർ ചെയ്യാനും ഇനി ഒരുപാട് എക്സാംസിന് വേണ്ടി കണ്ടിന്യൂ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്തത്. അപ്പോൾ ഷിജോ 2023 MTS ആണ് ക്ലിയർ ചെയ്ത് ഇപ്പം അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെന്റിൽ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം പലർക്കും ഒരു സംശയം ഉണ്ടാവും, 2023 MTS ഇപ്പോഴാണോ അപ്പോയിൻമെന്റ് വരുന്നത്? അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയതെന്ന് പറയാൻ പറ്റുന്നത്? അത് എനിക്ക് കിട്ടിയ ഡിപ്പാർട്ട്മെന്റിന്റെ താമസമാണ്. എൻ്റെ കൂടെ തന്നെ 2023 MTS കിട്ടിയ എല്ലാ ആൾക്കാരും ഇപ്പോൾ എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 2024 എല്ലാവർക്കും ജോയിൻ ചെയ്തു കഴിഞ്ഞു ഇപ്പം തന്നെ. അത് ഈ ഡിപ്പാർട്ട്മെന്റ് അത്രയും സെക്യൂരിറ്റി ഉള്ള ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് വെരിഫിക്കേഷൻ പ്രോസസ് എല്ലാം ഭയങ്കര സമയമെടുത്താണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇത്ര ഒരു ഡിലേ വന്നത്. സത്യത്തിൽ ആ ഡിലേ വന്നത് എനിക്ക് മറ്റൊരു തരത്തിൽ നല്ലതായിട്ട് വന്നു കണ്ടിന്യൂ ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെ പഠിപ്പിക്കാൻ ഞാൻ ഈ ഒരു ഡ്യൂറേഷനിലാണ് ദിശ അക്കാഡമിയിൽ പഠിപ്പിക്കാനായിട്ട് തുടങ്ങുന്നത്. ഈ ഒരു റിസൾട്ട് വന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് പഠിപ്പിക്കാൻ കിട്ടി. അപ്പോൾ ആ ഒരു അവസരം തന്നതിന് ഞാനിപ്പോൾ ഈ അവസരത്തിൽ ദിശ അക്കാഡമിയുടെ താങ്ക്സും പറയും. ഒരുപാട് പേരെ ഗൈഡ് ചെയ്യാൻ പറ്റി. സത്യം പറഞ്ഞാൽ ഈ നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനും മാത്രമല്ല, ദിശ അക്കാഡമിയിൽ പലപ്പോഴും നമ്മൾ ശ്രമിക്കുന്നത് എക്സാംസ് ക്ലിയർ ചെയ്ത അല്ലെങ്കിൽ അച്ചീവ് ചെയ്ത ആളുകളെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ വരുന്ന ഫ്യൂച്ചർ സ്റ്റുഡൻസിന് വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. കാരണം അവർക്കാണ് ഏറ്റവും നന്നായിട്ട് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത്, പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, SSC MTSലാണ് ഇപ്പോൾ MTS എക്സാം ക്ലിയർ ചെയ്തിട്ടാണ് ജോലിക്ക് കയറാൻ പോകുന്നത്. CGL എക്സാമിൻ്റെ പ്രിപ്പറേഷനെ പറ്റി ഒന്ന് പറയാമോ? സീരിയലിന് ഞാൻ ജോയിൻ ചെയ്ത സമയം മുതൽ സീരിയൽ എഴുതുന്നുണ്ട്. ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ചെയ്തപ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്തു, മെയിൻസ് ക്ലിയർ ആയില്ല. സെക്കൻഡ് ടൈം അറ്റംപ്റ്റ് ചെയ്തപ്പം മെയിൻസിന് ടൈപ്പിംഗ് ക്ലിയർ ആയില്ല. തേർഡ് ടൈം വന്നപ്പോൾ വീണ്ടും മാർക്ക് ക്ലിയർ ആയി, ടൈപ്പിംഗ് ക്ലിയർ ആയി, മാർക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അടുത്ത സീരിയലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. സമയം ഒരു വലിയ ഫാക്ടറാണെന്ന് ഒരുപക്ഷെ പറയേണ്ടി വരും അല്ലേ? സമയം കൂടി ശരിയാകുന്നത് വരെ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അടുത്ത സീരിയൽ തീർച്ചയായിട്ടും ഷിജോയ്ക്ക് കിട്ടട്ടെ. അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ജോലിക്ക് കയറിയിട്ട് എങ്ങനെ പ്ലാൻ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്?
അതിപ്പോൾ ജോലിയുടെ സ്വഭാവ രീതികൾ നമുക്ക് അറിയില്ല, പക്ഷെ എന്നാലും അറിയുള്ളൂ. എന്തായാലും ഞാൻ ജോലി കഴിഞ്ഞുള്ള സമയം ഇപ്പോൾ എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ ഒരു രീതി വെച്ചിട്ടാണെങ്കിൽ എനിക്കിപ്പോൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്തു പോകുന്നതിന് നല്ലതായിരിക്കും. കാരണം ഒരുവിധം എനിക്ക് ടോപ്പിക്കുകളൊക്കെ കവർ ആയിട്ടുണ്ട്. അപ്പം ഒരു ഡെയിലി ഒരു മോക്ക് ചെയ്യണമെന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. നമുക്കറിയില്ല, ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ അറിയില്ല. എന്തായാലും പഠനം ഞാൻ നിർത്തുന്നില്ല, കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അന്നേരം അവിടെ ഉള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകാം. അതുപോലെ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഒരു പക്ഷേ നമ്മുടെ SSCയുടെ എക്സാംസിൻ്റെ ഒരു പാറ്റേൺ ചേഞ്ചിനെ പറ്റി ഇപ്പോൾ എല്ലാവരും സംസാരിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും അതിനെപ്പറ്റി വളരെ വറീഡാണ്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന രീതിയിൽ കുറച്ച് നാളുകളായിട്ട് എല്ലാവരെയും പഠിപ്പിക്കുന്ന ഷിജോയ്ക്ക് ഈ ഒരു പാറ്റേൺ ചേഞ്ചിനെ പറ്റി എന്താണ് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രിപ്പറേഷനിൽ വരുത്തേണ്ട മാറ്റം എന്നാണ് ഷിജോയ്ക്ക് തോന്നുന്നത്? പാറ്റേൺ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് നന്നായിട്ട് ബേസ് മനസ്സിലാക്കി പഠിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമായിട്ട് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതേസമയം പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രം ഇരുന്ന് അതേ ശൈലി പഠിക്കുന്നവരാണെങ്കിൽ അവരെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ കുട്ടികൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും ബേസ് മനസ്സിലാക്കി പഠിക്കുക. അതോടൊപ്പം ഇപ്പം നമ്മൾ നടന്ന എക്സാമ്പിൾ ആൻസർ കീ ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് അനലൈസ് ചെയ്ത് എന്താണ് ആ ഒരു പാറ്റേണിൽ വന്ന വ്യത്യാസം എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി ഏതെങ്കിലും ടോപ്പിക്കുകൾ പഠിക്കാനോ അല്ലെങ്കിൽ മനസ്സിലാക്കാനോ ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിക്കുക, അത് കവർ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. അതായത് ചില ടോപ്പിക്കുകൾ ഇഗ്നോർ ചെയ്തിരുന്ന ചില ടോപ്പിക്കുകൾ ചോദിക്കുന്നുണ്ട്. ആക്ച്വലി സിലബസിലുള്ളത് തന്നെയാണ്. നമ്മൾ ഒരുപക്ഷെ ഇഗ്നോർ ചെയ്ത് റീസണിങ്ങിലായാലും മാത്സിലായാലും ഒരുപക്ഷെ ഇഗ്നോർ ചെയ്തിരുന്ന ടോപ്പിക്കുകളുണ്ട്. ആ ടോപ്പിക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, പിന്നെ ബേസിക്സ് മനസ്സിലാക്കി തന്നെ പഠിക്കുക. അതല്ലേ മെയിൻലി ചെയ്യാനുള്ളത്. തീർച്ചയായിട്ടും. അതുപോലെ ചിലർ ചോദിക്കാറുണ്ട്, ഒരു ദിവസം എത്ര നേരം പഠിക്കും, അല്ലെങ്കിൽ എത്ര നാൾ കൊണ്ട് ഈ പരീക്ഷയൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റും? അങ്ങനെ ചോദിക്കുന്നവരോട് എന്താ പറയാനുള്ളത് ഷിജോയ്ക്ക്? എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരു ദിവസം ഇത്ര മണിക്കൂർ പഠിക്കണം എന്നൊരു രീതിയിലല്ല ഞാൻ പ്രിപ്പയർ ചെയ്തത്. ഞാൻ ചെയ്യുന്നൊരു രീതി എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മളിപ്പോൾ നമ്മളിപ്പോൾ SSC എക്സാം നോക്കുമ്പോൾ 4 ടോപ്പിക്കാണ് മെയിൻ ഉള്ളത്. അപ്പോൾ ഈ 4 ടോപ്പിക്കുകളും കവർ ചെയ്ത് പോകുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ്. അപ്പോൾ എത്രമാത്രം കാര്യങ്ങൾ പഠിച്ചു എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. എത്ര സമയം പഠിച്ചു എന്നതിനെക്കാട്ടിലും ഒരു ദിവസം എത്രത്തോളം കണ്ടന്റ് നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഞാനൊരു പ്ലാനിങ്ങിലായിരിക്കും പോകുന്നത്. GK ഇത്ര പഠിക്കണം, അല്ലെങ്കിൽ മാത്സിൻ്റെ ഒരു ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ ആ ഒരു കാര്യം കംപ്ലീറ്റ് ആക്കിയോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ അതിനെടുക്കുന്ന ടൈം ഞാൻ അങ്ങനെ കൺസിഡർ ചെയ്യാറില്ല. എത്ര ടൈം കുറച്ചെടുത്താലും കൂടുതൽ എടുത്താലും അത് കവർ ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് ഞാൻ ശ്രദ്ധിക്കാറുള്ളത്. പിന്നെ ടോപ്പിക് വൈസ് പറയുകയാണെങ്കിൽ ഞാൻ ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പർ ഒരു വലിയ ഫാക്ടറാണ്. ഞാൻ ഹിന്ദുവിൻ്റെ ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാറുണ്ട്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. കാരണം GK നമുക്ക് ഒരേ സമയം GK കിട്ടും, അതേപോലെ ഇംഗ്ലീഷ് നമുക്ക് അതേ സമയം തന്നെ പഠിക്കാനും പറ്റും. അപ്പോൾ അത് കുറേ ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. നമ്മൾ ഈ റൂള് പഠിക്കുന്നതിനെക്കാട്ടിലും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ളത് ഈ ന്യൂസ് പേപ്പർ റീഡ് ചെയ്യുന്നത് തന്നെയാണ്. പിന്നെ മാത്സ് കുഴപ്പമില്ല, മാത്സ് മോക്ക് ടെസ്റ്റും അതേപോലെ യൂട്യൂബ് വീഡിയോസ് അങ്ങനെ എല്ലാം കണ്ടിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റീസണിങ് പിന്നെ ഞാൻ റീസണിങ് തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് ഒരുപാട് ടൈം എടുത്ത് പ്രിപ്പയർ ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ GK ആണ് എന്നെ സംബന്ധിച്ച് എപ്പോഴും പാടായിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ GKയും ഞാൻ അതിനും പത്രങ്ങളെ കൂടുതൽ ആശ്രയിക്കാറുണ്ട്. കാരണം നമുക്ക് കിട്ടുന്ന ഏതൊരു അറിവും ചെറുതല്ല. അപ്പം അത് ഞാൻ പത്രങ്ങൾ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യും. അതേപോലെ നമുക്ക് എവിടുന്നെങ്കിലും എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ അതെല്ലാം നമ്മൾ നിസ്സാരമായിട്ട് കാണാതെ അതെല്ലാം അതിനെല്ലാം പ്രാധാന്യമുണ്ട്. കാരണം ഒരു സമയത്ത് എനിക്കൊരു എക്സാമിന് പോയപ്പോൾ രാവിലെ ജസ്റ്റ് ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടതാണ്, അതൊരു സ്റ്റേറ്റിന്റെ ഒരു സ്കീം കണ്ടതാണ്. അപ്പൊ ആ സ്കീം തന്നെ അന്ന് എക്സാമിന് ചോദിച്ചു. അപ്പൊ നമ്മൾ കാണുന്ന കേൾക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ പോലും എക്സാംസിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത്രത്തോളം നമ്മൾ ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്യാന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം ഞാൻ ചോദിച്ചായിരുന്നു, എത്ര നാൾ കൊണ്ട് ഇങ്ങനെയൊരു പരീക്ഷ SSC CGL ഒരു പരീക്ഷ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എത്ര നാൾ കൊണ്ട് ഒരു പക്ഷേ ഈ പരീക്ഷ ക്ലിയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? നമ്മളൊരു എക്സാം ക്രാക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അത് ഒരാളുടെ ബുദ്ധിയെ ഡിപ്പെൻഡ് ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഒരാളുടെ ബുദ്ധിയേക്കാളും അയാൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അതോടൊപ്പം തന്നെ ഭാഗ്യം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കറിയാം റീസെൻ്റ് എക്സാമുകളിൽ ഭാഗ്യം എന്ന് പറയുന്നത് ഒരു വലിയ ഫാക്ടറായിട്ട് വരാറുണ്ട്. പിന്നെ അവരുടെ ഒരു സമയം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് പിന്നിലുള്ളത്. ഇപ്പോൾ ചിലർക്കാണെങ്കിൽ 1 വർഷം കൊണ്ട് കിട്ടാം, ചിലർക്ക് ചിലപ്പോൾ 4 മാസം കൊണ്ട് കിട്ടാം, ചിലർക്ക് 2 വർഷം എടുത്താലും കിട്ടത്തില്ല. അത് നമുക്ക് ഇത്ര എന്നൊരു ഫിക്സഡ് ടൈം പറയാൻ പറ്റില്ല. അത് ഒരുപാട് കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. നമ്മുടെ ഹാർഡ് വർക്കും അതേപോലെ നമ്മുടെ ആ ഒരു ഭാഗ്യവും എല്ലാം ഒത്തുവരുന്നൊരു ദിവസം നമുക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റും. വാക്കിൽ ഇത്ര സമയം നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ഹാർഡ് വർക്ക് കൈവിടാതിരിക്കാം, നമ്മുടെ ഒരു ക്ഷമ കൈവിടാതെ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ സമയമാകുമ്പോൾ നമ്മളെ തേടി വരും. അതാണ് എനിക്ക് പറയാം. ഓക്കെ. അതുപോലെ ഫൈനലി ഒരു അച്ചീവർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഒരു ടീച്ചർ എന്ന നിലയ്ക്കും പഠിച്ചു തുടങ്ങുന്ന സ്റ്റുഡൻസിനോട് ഷിജോയ്ക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് എന്താണ്? അപ്പോൾ അവരോട് പറയാനുള്ളത്, പലരും പറയാറുണ്ട് എനിക്ക് ഭാഗ്യമില്ല, ഞാൻ ഭാഗ്യമില്ലാത്തതുകൊണ്ട് എനിക്ക് ഇതുകൊണ്ടൊന്നും എന്നെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ചിലർ പറയാറുണ്ട്. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കാം. നമ്മുടെ നാട്ടിൽ തന്നെ
കൈയില്ലാത്തവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, ചിലപ്പം കാഴ്ചശക്തി ഇല്ലാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ ജീവിക്കുന്ന നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മറ്റുള്ളവർ വിധി എഴുതുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവർ ചെയ്ത് കാണിക്കാറുള്ളത്. നമ്മളിന്നാൾ റീസെൻ്റ് ആയിട്ട് കണ്ടു കാണും, കൈയില്ലാത്ത ഒരാൾ കാലുകൊണ്ട് കാർ ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം അത്രമാത്രം. അപ്പം അവരെക്കാളും വലിയ ഭാഗ്യമുള്ളവരാണ് നമ്മൾ. നമുക്ക് കൈയുണ്ട്, കാലുണ്ട്, കാഴ്ച ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ സ്വയം മോട്ടിവേറ്റ് ആവാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഷിജോയുടെ എക്സ്പീരിയൻസസ് നമ്മളുമായിട്ട് ഷെയർ ചെയ്തു. ഷിജോ MTS എക്സാം ക്ലിയർ ചെയ്ത് അറ്റോമിക് എനർജി ഡിപ്പാർട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. ഷിജോ സാറിന് ദിശ ഫാമിലിയുടെ ഭാഗമായി എല്ലാവിധ ആശംസകളും കൊടുക്കുന്നു. അപ്പോൾ ഷിജോ സാറിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആവട്ടെ. ഇനി മറ്റൊരു സക്സസ് സ്റ്റോറിയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇനിയും വരും.